ഹായ് വെൽക്കം എവ്രി വൺ. എൻ്റെ പേര് ആയിഷ റുഷ്ദ, സൈക്കോളജിസ്റ്റ് ആണ്. ഓക്കെ, അതോടൊപ്പം തന്നെ മെൻഡിക് സ്കൂൾ ഓഫ് കൗൺസിലിംഗ് ആൻഡ് സൈക്കോ തെറപ്പിയിലെ അക്കാഡമിക് ഡയറക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. എനിവേ, നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അറ്റ് ദ സെയിം ടൈം ടോപ്പിക് ഇറ്റ് സെൽഫ് ഇസ് ചാലഞ്ചിങ്. വൈ? ബിക്കോസ് പിന്നെ പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്താണ് ഇൻ ദ വേൾഡ് ഓഫ് സ്കൂൾ കൗൺസിലിംഗ്. സ്കൂളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ എന്തുകൊണ്ട് ഇപ്പം ചാലഞ്ചസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സ്കൂൾ കൗൺസിലിംഗിന്റെ വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ഡിമാൻഡിങ് ആൻഡ് ഇവോൾവിംഗ് വർക്ക്. ഓക്കെ, നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തു കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ അതിൽ തെറ്റുകളിൽ നിന്നും പഠിച്ച് വീണ്ടും ഇവോൾവ് ചെയ്തിട്ട് വരുന്ന ഒരു ജോബാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ദർ ഇസ് ഓഫൻ ഇൻവിസിബിൾ സ്ട്രെസ്സസ്, നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള സ്ട്രെസ്സസ് ഒരുപാടുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഒരു ചാലഞ്ചസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി വി ക്യാൻ ഇംപ്രൂവ് ബെറ്റർ. നമുക്ക് ബെറ്റർ ആയിട്ട് സ്റ്റുഡൻസിനെയും സ്റ്റാഫ്സിനെയും ഒരുപോലെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു കോമൺ ചാലഞ്ചസ്. നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന കോമൺ ചാലഞ്ചസ് എന്തൊക്കെയാണ് സ്കൂൾ കൗൺസിലിംഗിൽ എന്ന് നോക്കുന്ന സമയത്ത്, ഒന്ന് റോൾ ആംബിഗ്വിറ്റിയാണ്. അതായത് ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം തന്നെയാണ്. നമുക്ക് മൾട്ടിപ്പിൾ റോൾസ് കിട്ടുന്ന ഒരവസ്ഥ, അല്ലെ? ആസ് എ സ്കൂൾ കൗൺസിലർ എന്ന് പറഞ്ഞ് മേ ബി നമ്മൾ അപ്പോയിന്റ് ചെയ്യിക്കുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുന്ന കാര്യങ്ങളായിരിക്കില്ല ഒരുപക്ഷെ നമ്മൾ അപ്പോയിന്റ് ചെയ്തതിന് ശേഷം അവിടെ വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ടീച്ചറായിട്ട് വിളിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ കരിയർ ഗൈഡൻസിന് വിളിക്കുന്നുണ്ടാവാം. ദർ ഇസ് എ ലോട്ട്. നമുക്ക് നമ്മൾ വിചാരിച്ചതിൽ നിന്ന് ഒരുപാട് മാറിപ്പോകുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. ഓക്കെ, ഈ ഒരു എക്സ്പെക്ടേഷൻസ്, ഈ മൾട്ടിപ്പിൾ റോൾസ് എടുക്കണം എന്നുള്ള എക്സ്പെക്ടേഷൻസ് സ്കൂൾ ബൈ സ്കൂൾ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ വ്യത്യാസം വരുന്ന ഒന്നാണ്. ചില സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അഡ്മിഷൻ കൗൺസിലർ കം സ്കൂൾ കൗൺസിലർ, പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കം സ്കൂൾ കൗൺസിലർ. സോ കൗൺസിലേഴ്സിന് പലപ്പോഴും മൾട്ടിപ്പിൾ ഹാറ്റ്സ് വെയർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. ചിലപ്പോൾ അക്കാഡമിക് അഡ്വൈസർ ആയിട്ട്, ഇമോഷണൽ സപ്പോർട്ടർ ആയിട്ട്, കരിയർ ഗൈഡ് ആയിട്ട്. സോ ആക്ച്വലി ഇത് വളരെയധികം റോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ആൻഡ് ടു ബി ഹോണസ്റ്റ് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ആണ് ഫ്രം ദ സൈഡ് ഓഫ് ദ സ്കൂൾ മാനേജ്മെന്റ്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചാലഞ്ചസ് നമ്പർ 1 എന്ന് പറയുന്നത്. സോ നമ്മൾ സ്റ്റെപ്പിംഗ് ചെയ്യുന്ന സമയത്ത്, ആസ് എ സ്കൂൾ കൗൺസിലർ ആയിട്ട് നമ്മൾ സ്റ്റെപ്പിംഗ് ചെയ്യുന്ന സമയത്ത്, മേക്ക് ഷുവർ ദാറ്റ് യു ആക്ട് ആസ് ഒരു വർക്കിനുള്ള ആളെയാണ് നിങ്ങളെ ഹയർ ചെയ്തിട്ടുള്ളത്. ആ വർക്ക് മാത്രം എടുക്കാൻ നോക്കുക. യു കാൻ ബി എ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കം എ സ്കൂൾ കൗൺസിലർ. 2 വർക്കൊന്നും അത് ഭയങ്കര അൺഎത്തിക്കലാണ്. ഓൾസോ ആ ബൗണ്ടറീസ് സ്ലോലി നാരോ ഡൗൺ ചെയ്യാൻ തുടങ്ങും. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആക്ട് ഇൻ എ ഡിഫറെന്റ് വേ, സ്കൂൾ കൗൺസിലിംഗ് ആക്ട് ഇൻ എ ഡിഫറെന്റ് വേ. സോ ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ചാലഞ്ചിങ് തിങ് യു വിൽ ബി ഗോയിങ് ടു ഫേസ് വെൻ യു സ്റ്റെപ്പ് ഇൻ ടു ദ വേൾഡ്. ഹോപ്പ്ഫുള്ളി അങ്ങനെ ഇല്ലാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് ഹോപ്പ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ്. ബട്ട് യെസ്, രണ്ടാമത്തത് കേസ് ലോഡ്സ് കൂടുതലായിരിക്കും എന്നുള്ളത്. അതായത് ഒരു സ്കൂളിൽ പൊതുവെ കണ്ടുവരാറുള്ള ഒരു ശീലം എന്ന് പറയുന്നത്, ഒരു സ്കൂൾ കൗൺസിലറെയാണ് അവർ അപ്പോയിന്റ് ചെയ്യാറ്. ഓക്കെ, ആൻഡ് ദർ ബി ഹൺഡ്രഡ്സ് ആൻഡ് മേ ബി തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് അക്കോർഡിംഗ് ടു ദ സ്കൂൾസ് യു മേ ചൂസ്. അപ്പം ഒരു ലിമിറ്റഡ് ടൈമാണ് അവിടെ കിട്ടുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ മാത്രമുള്ള ടൈം ഒന്നുമില്ല ഇത്രയും കേസ് ലോഡ്സ് വരുന്ന സമയത്ത്. 1000 സ്റ്റുഡൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വരുന്ന കേസസ് വിൽ ബി സംതിങ് നിയർ ടു ഹൺഡ്രഡ്സ് ഓർ 200s, ലെറ്റ്സ് സീ, അങ്ങനെ വിചാരിക്കാം. പക്ഷെ എന്നിരുന്നാൽ കൂടെ ആ ഒരു 100 and 200 സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ്. ബിക്കോസ് മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് അവർ പലപ്പോഴും കാണുന്നത് എന്താ, ഈ ഒരു പെർട്ടിക്കുലർ ആളുടെ അടുത്ത് പോകുന്നു, സംസാരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. നീഡ് എന്താണ്, അതിന്റെ അസസ്മെന്റ് ബിഹൈൻഡ് എന്തൊക്കെ പോകണം, ഇതിന് വേണ്ടിയിട്ടുള്ള റെഫറൽ പാത്ത് വേസ് എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവർക്കും മേ ബി അറിഞ്ഞുകൂടാം. വി ആർ ദ വൺ ഹു നീഡ് ടു എഡ്യൂക്കേറ്റ് ദം ഓൾസോ. സോ കേസ് ലോഡ്സ് വിൽ ബി സംതിങ് യു വിൽ ബി ഗോയിങ് ടു ഫേസ് ആസ് എ സെക്കൻഡ് ചാലഞ്ച്. പിന്നെ ഉള്ളതാണ് ലിമിറ്റഡ് റിസോഴ്സ്. ബിക്കോസ് സ്കൂളിൻ്റെതായിട്ടുള്ള ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ഒരു കൗൺസിലിംഗ് റൂംസ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്പേസ് സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടാതെ ഇരിക്കുന്നത് ഉണ്ടാവാം. ആൻഡ് നമുക്ക് കിട്ടുന്ന ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസിൽ അതായത് ബാക്കി
പ്രോഗ്രാംസ് നടക്കുമ്പോൾ മേ ബി അവിടെ ഒരു ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടോ, ബട്ട് ആസ് എ കൗൺസിലർ മേ ബി നമ്മളുടെ ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസ് ആർ ലിമിറ്റഡ്. അപ്പൊ റിസോഴ്സ് ലിമിറ്റേഷൻ ഇസ് സംതിങ് വിച്ച് ഇസ് ഒരു റിയൽ വേൾഡ് കേസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ചാലഞ്ച് ആണ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലിമിറ്റഡ് റിസോഴ്സ്. കാരണം ഈ ഒരു സംഭവം ഉണ്ടെങ്കിലേ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഫാക്ടർ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള കൗൺസിലിംഗ് മേ ബി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ദിസ് വിൽ ബി സംതിങ് യു ഗോയിങ് ടു ഫേസ്. നമുക്ക് മറികടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യെസ്, വി നീഡ് ടു അഡ്വക്കേറ്റ് ഫോർ തിങ്സ്. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ അഡ്വക്കസിയിലൂടെ വാങ്ങിച്ചെടുക്കണം, അല്ലെങ്കിൽ റിസോഴ്സിന്റെ ലിമിറ്റേഷൻസും കാര്യങ്ങളും എഡ്യൂക്കേറ്റ് ചെയ്ത് അവയർനെസ് ഒക്കെ ചെയ്തെടുക്കണം. ആൻഡ് പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന DIY സംഭവങ്ങളിലൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് ഈസ് ഇമോഷണൽ സ്ട്രെയിൻ. അതായത് ഒരു സെക്കൻഡറി ബേൺ ഔട്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ് ക്രൈസിസിലൂടെ പോകുന്നതും ഫാമിലി സ്ട്രെസ്സസിലൂടെ പോകുന്നതും ഉണ്ടാവും. സോ മോസ്റ്റ് ഓഫ് ദ ടൈം വെൻ വി ആർ എ സ്കൂൾ കൗൺസിലർ, നമ്മളാണ് ഈ ഇമോഷണൽ വെയ്റ്റ്സ് ഓഫ് സ്റ്റുഡൻസ് അല്ലെ, അവരുടെ സ്ട്രഗിൾസ്, അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. സോ സംതിങ് ദർ ഇസ് എ ചാൻസ് ഓഫ് ബേൺ ഔട്ട്. ഇതൊക്കെ എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ച് നടക്കുന്ന സമയത്ത് ബേൺ ഔട്ട് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം നമ്മളുടെ ഒരു സെൽഫ് കെയറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള സൂപ്പർവിഷന് വേണ്ടിയിട്ടും നമ്മൾ ടൈം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബേൺ ഔട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ ഫിഫ്ത്ത് ചാലഞ്ച് വിൽ ബി സ്റ്റേക്ക് ഹോൾഡർ മിസ്അണ്ടർസ്റ്റാൻഡിങ്, വിച്ച് മീൻസ് നമ്മളുടെ റോൾസ് പലപ്പോഴും ആസ് എ അവിടെയുള്ള സ്കൂളിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് നമ്മൾ പറയാം. പാരന്റ്സ്, ടീച്ചേഴ്സ്, മറ്റ് സ്റ്റാഫ്സിനെയൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നാണ് നമ്മൾ പറയാം. അപ്പൊ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ അടുത്തുനിന്ന് വരുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവും അല്ലെ. അതായത് ടീച്ചേഴ്സിന് പ്രോപ്പർ ആയിട്ട് അറിയുന്നുണ്ടാവില്ല. ടീച്ചേഴ്സ് ഫസ്റ്റ് നമ്മളെ വിളിക്കുന്നത് എന്തിനായിരിക്കും, ആ ക്ലാസ്സിൽ ഒരു അടി നടന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് വന്ന് നോക്കിയേ. ഓക്കെ, അപ്പം അവിടെ പലപ്പോഴും റാദർ ദാൻ ഇമോഷണൽ സപ്പോർട്ടർ എന്നുള്ള രീതിയിനേക്കാളും കൂടുതലായിട്ട് കൗൺസിലേഴ്സ് കാണുന്നത് ഒരു ഡിസിപ്ലിനറിയൻസ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു അക്കാഡമിക് അഡ്വൈസ് കൊടുക്കാനുള്ള ആളായിട്ടാണ് കാണുന്നത്. ബട്ട് ആക്ച്വലി ഇറ്റ്സ് നോട്ട്. അപ്പം ടീച്ചേഴ്സ്, ചില സമയത്ത് പാരന്റ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ളത് പോലെ മറ്റ് മാനേജ്മെന്റിന്റെ അടുത്തുനിന്നും നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. സോ അത് നമ്മൾ തുടക്കം തൊട്ടേ ഓറിയന്റേഷൻ ഒക്കെ കൊടുത്ത് വാട്ട് ഈസ് അവർ റോൾ, വൈ ആർ വി ഹിയർ ഫോർ എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഈ പറഞ്ഞിട്ടുള്ളത് പോലെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അവരെ കുറ്റം പറയാൻ പറ്റില്ല, ബിക്കോസ് ടീച്ചേഴ്സിനും പാരന്റ്സിനും ഒക്കെ ആവശ്യം എന്താണ്, ഫിക്സ് ആണ് അല്ലെ. ബട്ട് ഒരു കൗൺസിലറിന് നമ്മൾ അക്കാഡമിക് സപ്പോർട്ടർ ആയിട്ടല്ലല്ലോ കാണുന്നത്, അവരുടെ കുറച്ചുകൂടെ ബോർഡർ റോളാണ്, അത് ഇമോഷണൽ സപ്പോർട്ടാണ് കുറച്ചുകൂടെ കൊടുക്കേണ്ടത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പ്രോപ്പർ ഓറിയന്റേഷനിലൂടെ ഇതുവരെ അറിയിക്കേണ്ടതുണ്ട്, വാട്ട് ആർ വി എക്സ്പെക്ടഡ് ടു ഡു ആൻഡ് വാട്ട് വി ആർ നോട്ട് സപ്പോസ് ടു ഡു എന്നുള്ളത്. ഓക്കെ, പിന്നെ വരാൻ പോകുന്ന ഒരു ചാലഞ്ചസ് ആണ് എത്തിക്കൽ ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി ഡിലമാസ് എന്ന് നമുക്ക് പറയാം. അതായത് നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യേണ്ടതുണ്ട് റിഗാർഡിംഗ് സ്റ്റുഡൻസ്, പാരന്റ്സിന്റെ അടുത്ത്, ടീച്ചേഴ്സിന്റെ അടുത്ത്, അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ അടുത്ത്. ഇതൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ കൂടിയാണ് അല്ലെ. മേ ബി നമ്മളുടെ അടുത്ത് ഒരു സ്റ്റുഡന്റ് വന്നിട്ട് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൺസിഡറിങ് ദ ഏജ് ആൻഡ് ദ സിനാരിയോ, അല്ലെങ്കിൽ ആ ഒരു കേസിന്റെ ഡെപ്ത് അനുസരിച്ച് നമുക്ക് ഇത് എന്ത് ചെയ്യേണ്ടി വരും, പാരന്റിന്റെ അടുത്ത് പറയേണ്ടതായിട്ട് വരും. അപ്പൊ പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന സമയം, ഇന്നൊരു പ്രശ്നം കുട്ടി വന്ന് പറഞ്ഞു, ഞാനിത് പാരന്റ്സിന്റെ അടുത്ത് പറയണോ? അത് അനലൈസ് ചെയ്യണം. അത് പാരന്റിന്റെ അടുത്ത് പറയേണ്ടതാണെങ്കിൽ നമ്മൾ പറയേണ്ടതായിട്ട് വരും. ടീച്ചേഴ്സിനെ ഇൻവോൾവ് ചെയ്യിക്കണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് പിന്നെ വരാറ്. ഒരു കെയർ നീഡഡ് ആണെങ്കിൽ, ടീച്ചറും കൂടെ അറിഞ്ഞു പോവേണ്ട ഒരു കേസ് ആണെങ്കിൽ, ഈ സ്റ്റുഡന്റിന്റെ വെൽബീയിങ്ങിന് ടീച്ചർക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു വർക്ക് ആസ് എ ടീം. അതിൽ പാരന്റ് ഉണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. സോ കോൺഫിഡൻഷ്യാലിറ്റി, പാരന്റ് വന്ന് പറയുവാണ്, ഇന്നൊരു സംഭവം നിങ്ങൾ എൻ്റെ കുട്ടിക്കുണ്ട്, നിങ്ങളിത് മറ്റാരോടും പറയരുത്, ഞാൻ നിങ്ങളെ സ്കൂൾ കൗൺസിലറെ വിശ്വസിച്ചിട്ടാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ ഒരു ലീഗൽ ലൂപ്പിലുള്ള സംഭവമാണെങ്കിൽ വി ഹാവ് ടു ഇൻഫോം ദാറ്റ് ടു മാനേജ്മെന്റ്. അല്ലെങ്കിൽ ആരെയാണോ അറിയിക്കേണ്ടത് അതിന്റെ കേസിന്റെ ഡെപ്ത് അനുസരിച്ച് അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഡീല് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, എസ്പെഷ്യലി കോംപ്ലക്സ് കേസസിന്റെ കേസിലാണ് ചെറിയ ചെറിയ കുഞ്ഞു പ്രശ്നങ്ങൾക്കല്ല പറഞ്ഞത്. അതായത് അവരെന്നെ കുഞ്ഞു പ്രശ്നങ്ങൾ വരുമല്ലോ കുട്ടികൾ തമ്മിൽ, അവൾ എന്നോട് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊരു ക്രഷ് ഉണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ഇൻഫോം ചെയ്യേണ്ടത് റാദർ ദാൻ
ഒരു കോംപ്ലക്സ് കേസ് വരുന്ന സമയത്താണ്. യെസ്. നെക്സ്റ്റ് ഒബ്വിയസ്ലി എങ്ങനെയാണ് നമ്മൾ ഈ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഈ ഒരു ചാലഞ്ചസിനെ ഓവർകം ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജീസ് ആണ്. ഓക്കെ, അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ക്ലിയർ ആയിട്ടുള്ള റോൾ ഡെഫിനിഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമ്മൾ എന്തിനാണ് അവിടെ വന്നിട്ടുള്ളത്, അത് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. മേ ബി അവർക്കും അറിയുന്നുണ്ടാവില്ല. സഡൻലി ഒരു ഗവൺമെന്റ് റൂള് വന്നു, സ്കൂൾ കൗൺസിലേഴ്സ് വേണം, ഇവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ അപ്പൊ അവർക്ക് അറിയുന്നുണ്ടാവില്ല. എന്തൊക്കെ നമ്മൾ പഠിച്ചതുപോലെ ഇപ്പൊ അവർ പഠിച്ചിട്ടുണ്ടാവില്ലല്ലോ ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ ദാറ്റ് ഈസ് അവർ തിങ്. അല്ലെങ്കിൽ നമ്മളുടെ ഒരു അഡ്വക്കസി കൊണ്ടുകൂടെ എത്തേണ്ട ഒരു കാര്യമാണ് ക്ലിയർ ആയിട്ട് നമ്മളുടെ റോൾസ്. അവരെന്തെങ്കിലും കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റോൾസോ തന്നിട്ടുണ്ടെങ്കിൽ ഇതല്ല ഞാൻ ചെയ്യേണ്ടത്, എന്റെ റോൾ എന്ന് പറയുന്നത് ഇന്നതാണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ദാറ്റ് ഈസ് ദ വൺ വേ വി ക്യാൻ ഓവർകം ദിസ് ചാലഞ്ച്. ഓക്കെ, then time management and prioritization is very big thing. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസുകളിലേക്ക് ടൈം കൂടുതൽ വെക്കുന്നത് അല്ലെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നത്, ഇന്ന ദിവസം എത്ര കേസ് എടുക്കാം, ഇത് ഡോക്യുമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ടൈമിനെ മാനേജ് ചെയ്യണം, പ്രയോറിറ്റൈസ് ചെയ്യണം, റെഫറൽ പാത്വേസ് പ്രോപ്പർ ആയിട്ട് നടത്തണം. ഒരു സ്കൂൾ സിസ്റ്റത്തിൽ എല്ലാം നമ്മളല്ല മാനേജ് ചെയ്യുന്നത്, പല കേസുകളും റെഫർ ചെയ്ത് വിടേണ്ട കേസുകൾ ഉണ്ടാവാം. ആൻഡ് അതിൻ്റെ ഒരു ഇംപ്ലിമെന്റേഷൻ മേ ബി ആസ് എ സ്കൂൾ കൗൺസിലർ നമ്മൾ നടത്തുന്നുണ്ടാവും. സോ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെയാണ് അഡ്വക്കസി ഫോർ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, നമുക്കൊരു പ്രൈവറ്റ് സ്പേസ് വേണം കൗൺസിലിംഗ് എടുക്കാൻ. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് വേണം. മേ ബി പെൻ, പേപ്പേഴ്സ്, സ്കെച്ച് പെൻസിൽസ് അല്ലെങ്കിൽ ഫിജറ്റിംഗ് ടോയ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അപ്പൊ ആൻഡ് ദാറ്റ് റൂം ഷുഡ് ലുക്കിംഗ് വാം, റൈറ്റ്? അതായത് വെൽക്കമിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആവണം ഒരു കൗൺസിലറുടെ റൂം. സോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിച്ചിട്ട് റിസോഴ്സസ് അലോക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ വരുന്നതാണ് കൊളാബറേഷൻ വിത്ത് ടീച്ചേഴ്സ്, പാരന്റ്സ് ആൻഡ് ലീഡർഷിപ്പ്. അത് ഇൻഎവിറ്റബിൾ ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളുടെ റോൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞ പോയിന്റ് ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ വി നീഡ് ടു കൊളാബറേറ്റ് വിത്ത് teachers, parents and the leadership team. ഓക്കെ, ലീഡർഷിപ്പ് ടീം എന്ന് പറയുമ്പോൾ മേ ബി കോർഡിനേറ്റേഴ്സ്, ഹെഡ് മിസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ, ഹൂവർ ആ ലീഡർഷിപ്പ് ടീമിൽ ആരാണോ ഉള്ളത് അവരായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൊളാബറേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ടീച്ചേഴ്സിന് ഓറിയന്റേഷൻ കൊടുക്കാൻ പറ്റും, പാരന്റ്സിന് ഓറിയന്റേഷൻ കൊടുക്കാൻ പറ്റും, ആൻഡ് ഫോർ ദ ലീഡർഷിപ്പ് ടീം ഓൾസോ. സോ അത്തരത്തിലുള്ള കൊളാബറേറ്റീവ് വർക്ക്സിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ഞാൻ ഒറ്റയ്ക്ക് എന്നല്ല, നമുക്ക് മൊത്തത്തിൽ ഈ സ്കൂളിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഡിസ്കസ് ചെയ്യുമ്പോൾ that would be much more easy. Okay, പിന്നെ ഒരു പ്രൊഫഷണൽ സെൽഫ് കെയറും സൂപ്പർവിഷനും നിങ്ങൾ എപ്പോഴും ഒന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കുന്നത് എപ്പോഴും ബെറ്റർ ആണ്. ബിക്കോസ് ഇൻ എ വേ നമ്മൾ ചില സമയത്ത് ഈ പറഞ്ഞതുപോലെ പല പ്രശ്നങ്ങളും കേൾക്കുന്ന സമയത്ത്, എത്തിക്കൽ ഡെലാമാസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ മേ ബി നമുക്കൊരു പ്യുവർ സൂപ്പർവിഷനോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സൂപ്പർവിഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡയലമ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് വൺ വേ. പിന്നെ നമ്മളുടെ ആവശ്യത്തിനുള്ള ബ്രേക്സ് നമ്മൾ എടുക്കുക, ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക. സ്കൂൾ ടൈം എന്ന് പറയുന്നത് ആ ടൈമിൽ വർക്ക് ചെയ്യാനാണ്, അത് മറക്കരുത്. ആൻഡ് സോഷ്യൽ മീഡിയ പേജസ് ആൻഡ് തിങ്സ് സ്കൂളിലെ പിള്ളേർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻസ് എന്ന് നിങ്ങൾ വിളിക്കുന്ന കുട്ടികൾക്ക്, എസ്പെഷ്യലി സ്കൂളിലെ സ്റ്റുഡൻസിനെ അസസ് ഇല്ലാത്ത രീതിയിലുള്ളത് മാത്രം ഹാൻഡിൽ ചെയ്യാം. ഐ നോ സോഷ്യൽ മീഡിയ ഈസ് ഗ്രോയിങ്. നമ്മളുടെ പലപ്പോഴും ചിലപ്പം ഈ പറയുന്ന നമ്മൾ വോയിസ് ഔട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഷെയറിങ് അയച്ചല്ലോ ഒക്കെ പ്രൊഫഷണൽ പേജസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം, അതല്ല പറയുന്നത്. ബട്ട് നിങ്ങളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള സ്പേസിലെ ഫോട്ടോസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു പ്രൊഫൈല് സ്റ്റുഡൻസിന്റെ അടുത്ത് ഷെയർ ചെയ്യാത്തതാണ് ഏറ്റവും നല്ലത്. ദാറ്റ് ഈസ് ഹൗ യു ഡ്രോ എ ക്ലിയർ ബൗണ്ടറി ഓവർ. ഓക്കെ, സോ യെസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് സ്കൂളിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ചാലഞ്ചസ്. ആൻഡ് ഐ വോണ്ട് ടു റിമൈൻഡ് യു ഗൈസ് ദാറ്റ് ചാലഞ്ചസ് ഫേസ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഫെയിലിയർ ആയിട്ട് കാണരുത്. ഓക്കെ, എഫക്റ്റീവ് സ്ട്രാറ്റജീസും ക്ലിയർ കമ്മ്യൂണിക്കേഷൻസും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ചാലഞ്ചസിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കൗൺസിലിംഗ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ യെസ്, ഐ ഹോപ്പ് ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് ഞാൻ ആൻസർ ചെയ്തു എന്നുള്ളത്.
ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഇൻ ദ കോമെന്റ്സ്. അതൊരു മേ ബി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ സംഭവം ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.